ഹലോ കൂട്ടുകാരെ, ഇന്നലെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ചെറിയ രീതിയിൽ ഞങ്ങളത് ആഘോഷിച്ചു. ഞങ്ങളുടെ 27th വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ചെറിയ ചെറിയ ആഘോഷങ്ങളിൽ ഞാൻ ഒത്തിരി സന്തോഷം കണ്ടെത്താറുണ്ട്. അപ്പം വെഡ്ഡിങ് ആനിവേഴ്സറി ആയി ജൂൺ 20 ഞങ്ങളിന്ന് രാവിലെ അമ്പലത്തിൽ പോയി. അതിനുശേഷം വൈകുന്നേരം കേക്ക് കട്ട് ചെയ്തു. പിന്നെ സ്റ്റുഡിയോയിൽ പോയി ഒരു ഫോട്ടോ എടുത്തു. അതിനുശേഷം ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. അപ്പം നല്ല ഒരു സെലിബ്രേഷനായിരുന്നു. സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പം എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കണമെന്ന് എപ്പോഴും ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിലും കുറേ വർഷങ്ങൾക്ക് മുൻപ് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്നൊരു ഫോട്ടോ എടുത്ത ശേഷം ഇപ്പോഴാണ് സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തത്. അല്ലാതെ ഇഷ്ടംപോലെ ഫോട്ടോ എപ്പോഴും എടുക്കാറുണ്ട്. അപ്പം പൊതുവെ ഫോട്ടോയിൽ വരാനായിട്ട് എൻ്റെ മധുചേട്ടനും അതുപോലെ മകനും അങ്ങനെ അവർ ഫോട്ടോയിലേക്ക് വരാറില്ല. അതുകൊണ്ടാണ് മിക്കവാറും ഞാനിടുന്ന വീഡിയോകളിൽ ഞാൻ മാത്രം നിറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും ഇവരോട് ഞാൻ പറയും നമുക്ക് ആ വീഡിയോ ചെയ്യാം, ഈ ഷോർട്സ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോഴൊന്നും അവരങ്ങനെ വരത്തില്ല. ഇത് കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലൂ ലഗൂൺ എന്ന് പറഞ്ഞ ആ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് എനിക്ക് ആ കളർ കാണുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര സന്തോഷമായിരിക്കും. ബ്ലൂ ലഗൂൺ കുടിക്കുന്നത് തന്നെ എനിക്കൊരു ഭയങ്കര ഹാപ്പി മൊമെൻറ്റാണ്. അപ്പം അങ്ങനെ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഹോട്ടൽ യോഗി എക്സിക്യൂട്ടീവിലാണ് ഞങ്ങൾ പോയത്. അതിൻ്റെ റൂഫ് ടോപ്പ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഞങ്ങൾ ഡിന്നർ കഴിച്ചത്. വളരെ നല്ല ആംബിയൻസ് ആയിരുന്നു. നമ്മൾ രാത്രി 9:30-ക്കുള്ള സീറ്റ് റിസർവ് ചെയ്തിട്ടാണ് പോയത്. നല്ല അറ്റ്മോസ്ഫിയർ, നല്ല ആംബിയൻസും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഫുഡും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നന്നായി തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുള്ളായിട്ട് ആഘോഷിച്ചു. ഞാനൊരു ചെറിയ സമ്മാനം മധുചേട്ടന് കൊടുത്തു. അദ്ദേഹം എനിക്കൊരു പൂച്ചെണ്ട് തന്നു. താങ്ക് യു. ഈ ഔട്ട്ഫിറ്റ് വന്നിട്ട് വാങ്ങിച്ചത് ഫ്യൂഷൻ കാർഗർ. നല്ല ഇഷ്ടമായി എനിക്ക്. കേക്ക് ഫ്രം റിബൺസ് ആൻഡ് ബലൂൺസ് കാർഗർ. കണ്ടോ, ഇതാണ് എൻ്റെ പഴയ ഫോട്ടോ. അതായത് കല്യാണം ആലോചിച്ച സമയത്ത് ഞാൻ കൊടുത്ത ഫോട്ടോ ഇതായിരുന്നു. അന്ന് എനിക്കൊരു കൂടി വന്നാൽ ഒരു 42 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ മോർ ദാൻ 75 kg ആയിട്ട് പുരോഗമിച്ചിരിക്കുകയാണ്. ഇനി 38 കിലോയൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം. ഓക്കെ, ഇനി അങ്ങനെ അല്ല, അറ്റ്ലീസ്റ്റ് ഒരു 50-60 കിലോ ആയിട്ട് വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഞങ്ങൾ മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് എടുത്ത ഫോട്ടോ. ഇത് അതിന് മുന്നേ ഇവിടെ അടുത്ത കർജത്ത് എന്ന സ്ഥലത്ത് പോയപ്പോൾ എടുത്ത ഫോട്ടോ. പിന്നെ ഇതിൽ മൂന്നാറിൽ ചൊക്കനാട് എസ്റ്റേറ്റിലേക്ക് പോയപ്പോൾ ഉള്ളൊരു ഫോട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ഇവിടെ പാഴ്സിക്കില്ലെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ കൂടെ നടന്നൊക്കെ ഫോട്ടോ എടുത്തു. ഇത് നമ്മൾ സ്വിറ്റ്സർലൻഡിൽ പോയപ്പോൾ എടുത്തൊരു ഫോട്ടോയാണ്. പിന്നെ വീട്ടിൽ ഇരുന്നപ്പോൾ വെറുതെ എടുത്ത ഫോട്ടോ. ഒരു കളർ കൊടയൊക്കെ പിടിച്ച് മഴയില്ലാത്തപ്പോൾ എടുത്ത ഫോട്ടോ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഒത്തിരി സപ്പോർട്ട് ആണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോകുന്നതിന് സഹായിക്കുന്നത്. അതിലൊരു കമൻ്റായിട്ട് വരുന്ന ഒരു ഹൃദയത്തിൻ്റെ പിക്ചറാണെങ്കിലും നിങ്ങൾ തരുന്ന ഒരു ലൈക്കാണെങ്കിലും നിങ്ങൾ കണ്ടിട്ട് നല്ലതായിട്ട് പറയുന്ന ഒരു അഭിപ്രായവും എനിക്ക് തരുന്ന ഊർജം, അത് ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാനാവാത്തതാണ്.